വെറൈറ്റി ദോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശ ഡൈൻ ചേലക്കരയിൽ ഉടൻ വരുന്നു. വിവിധ തരം ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട തുടങ്ങിയ വിഭവങ്ങൾ ദോശ ഡൈനിൽ ലഭ്യമാക്കുന്നു. രുചിയുടെ ഗുണമേന്മ തൊട്ടറിഞ്ഞ് ഇനി വയർ നിറയ്ക്കുന്നതിനോടൊപ്പം മനസ്സും നിറയ്ക്കാം. ഓപ്പണിംഗ് ഷോർട്ട്ലി. ദോശ ഡൈൻ. ഫോൺ 9447670162 9207404805. നിലമ്പൂരിൽ ചേലക്കര ആവർത്തിക്കുമെന്ന ഇടതു സഹയാത്രികനും പൊന്നാനി പാർലമെന്റ് സ്ഥാനാർത്ഥിയുമായിരുന്ന KS ഹംസ. പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ അൻവറിന് നിലമ്പൂരിൽ ഒരു ചലനവും ഉണ്ടാക്കാനാകില്ലെന്നും ചേലക്കര ഉപതിരഞ്ഞെടുപ്പിൽ നിരവധി വാഗ്ദാനങ്ങൾ നൽകിപ്പോയ ആളാണ് അൻവർ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. UDFും BJPയും നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിനെ ഭയന്നിട്ടുണ്ടെന്നും വിജയം LDFന് തന്നെ ഉറപ്പാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലമ്പൂരിൽ എന്താ സംശയം? ചേലക്കര നിലമ്പൂരിൽ ആവർത്തിക്കും. നിലമ്പൂരിലെ ജനതയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അവിടെ MLA അവർ ജയിപ്പിച്ചതാണ്. അങ്ങോട്ടും മാറി ഇങ്ങോട്ടും മാറി ഒക്കെ പ്രശ്നങ്ങളുണ്ടാക്കി. മാത്രം എന്തുകൊണ്ട് മാറുന്നു എന്ന് വിശദീകരിക്കാൻ ഒന്നും പറ്റിയിട്ടില്ല. മാത്രമല്ല, കേരളം ഒരു 10 കൊല്ലമായി ഒരു തുടർഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക. രാഷ്ട്രീയ സുസ്ഥിരതയുണ്ട്. ഈ സ്ഥിരമായ ഒരു ഭരണം, അസ്വസ്ഥതയില്ല, ഉറച്ച ഭരണം കാഴ്ചവെക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് കേരളത്തിലെ ജനതയ്ക്കറിയാം. അത് നിലമ്പൂരിലെ ജനവാസികൾക്കും അറിയും. അൻവർ ചെന്ന് ചേലക്കരയിൽ തന്നെ നമുക്ക് വ്യക്തമായതല്ലോ. അൻവർ ചേലക്കരയിൽ മത്സരിച്ചിരുന്നു. SDPയുടെ പിന്തുണയുണ്ടായിരുന്നു. കിട്ടിയ വോട്ട് 3000-ലധികം വോട്ട് മാത്രമാണ് കിട്ടിയത്. ഏറെക്കുറെ 3000-ഓളം വോട്ട് SDPക്ക് ഇവിടെ ഉണ്ട് താനും. പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാണല്ലോ. പിന്നെ ധാരാളം ഓഫറുകളൊക്കെ ഒന്നുണ്ടായിരുന്നു. കുറേ വീടുകൾ, 1000 വീടൊക്കെ ഓഫറുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എത്രമാത്രം എന്തോ റോഡും കാര്യങ്ങളൊക്കെ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് പക്ഷേ വോട്ട് 3000-ലധികം വോട്ടല്ലേ കിട്ടിയുള്ളൂ. അത് തന്നെയാണ് ജനങ്ങൾ ഈ പുറത്ത് കാണിക്കുന്നതൊന്നും കാണുന്നതൊന്നും വോട്ടല്ല. വോട്ട് ഒരു ഉറച്ച തീരുമാനം ജനതയ്ക്കുണ്ട്. അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ആടി ഉലഞ്ഞ് നിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ അപ്പുറത്ത് സ്ഥിരമായ ഭരണം, ഉറച്ച ഭരണം, ഒരു നിലപാടുകളുള്ള ഭരണകർത്താക്കൾ, അതൊക്കെ ജനതകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിലമ്പൂരിൽ മറ്റൊന്നും സംഭവിക്കാനില്ല. നിലമ്പൂരിൽ ചേലക്കര അതേപോലെ ആവർത്തിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂർ ഒരു പച്ചക്കൊടി കാണിക്കും. അതോടുകൂടി 3ാം ഇടത് ഭരണത്തിന് തുടക്കം കുറിക്കുന്നതിൻ്റെ സിഗ്നലായിരിക്കും നിലമ്പൂരിൽ സംഭവിക്കുക. ശരിയാ, UDF ആണ് അവിടെ നിന്ന് ജയിക്കല്. അങ്ങനെ എത്ര കോട്ടക്കൊത്തളങ്ങൾ അടിത്തറ ഇളകി തരിപ്പണമായി പോയിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് കോട്ടകളുണ്ടല്ലോ. അങ്ങനെയൊക്കെ നിലമ്പൂരിലെ പുതിയ സാഹചര്യം, UDF ഒരു ഇലക്ഷൻ അവിടെ ഭയപ്പെടുന്നുണ്ടായിരുന്നല്ലോ. തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കണമെന്നായിരുന്നു UDFൻ്റെ ആഗ്രഹം. BJP അങ്ങനെ തന്നെയാണ്. അത് ജയപരാജയങ്ങളെക്കുറിച്ചല്ല UDF അങ്ങനെ തീരുമാനിച്ചത്. അവർ സ്ഥാനാർത്ഥി ബാഹുല്യം, ആ പ്രതിസന്ധി കാരണം കൊണ്ട് രക്ഷപ്പെടാൻ ഒരു തെരഞ്ഞെടുപ്പേ വേണ്ട എന്നായിരുന്നു UDFൻ്റെ കാഴ്ചപ്പാട്. BJP അങ്ങനെ തന്നെ തെരഞ്ഞെടുപ്പ് ഭയക്കുകയായിരുന്നു. പക്ഷേ എന്നൊരു തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ഇടതുപക്ഷം ആഗ്രഹിച്ചിരുന്നു. അതിന് പ്രതീക്ഷയുണ്ടല്ലോ. ആ കോൺഫിഡൻസാണ് ഉള്ളത്. ഒരുപക്ഷെ നിലമ്പൂർ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത്. കാരണം അൻവറിന് പേരുണ്ടല്ലോ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാർ വരെ അവിടെയുണ്ട്. ചെറിയ കോൺഗ്രസ്സുകാരല്ല കേട്ടോ, മുതിർന്ന നേതാക്കൾ വരെ, UDFിലെ മുതിർന്ന നേതാക്കൾ, ഞങ്ങൾക്ക് അൻവർ ബാധ്യതയാകും എന്ന് പറയുന്ന ആളുകളുണ്ട്. വ്യക്തിബന്ധമുണ്ടല്ലോ ഞങ്ങൾക്ക് അവരോടൊക്കെ എപ്പോഴും. വീടും സ്ഥലവും വിൽപ്പനയ്ക്ക്. ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും 40 മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവന മുൻവശത്തായി 3 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ 2 നില വീടും 48 സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, മറ്റു ഫലവൃക്ഷങ്ങൾ, വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും. ആവശ്യക്കാർ ബന്ധപ്പെടുക. ഫോൺ 9539 403680 9497179359.